ഇന്നത്തെ വീഡിയോയിൽ റാഗി മുദ്ദ എങ്ങനെ നമ്മുടെ വീടുകളിൽ പെർഫെക്റ്റ് ആയിട്ട് ഉണ്ടാക്കാമെന്ന് കാണാം. ഞാൻ മഹിമ സൈമൺ. വെൽക്കം ടു മഹിമാസ് കുക്കിംഗ് ക്ലാസ്. നമ്മളിന്ന് ചെയ്യാൻ പോകുന്ന റാഗി മുദ്ദ എന്ന് പറയുന്നത് കർണാടകയിലൊക്കെ വളരെ പോപ്പുലറായിട്ടുള്ള ഒരു ഡിഷാണ്. അപ്പോൾ റാഗി വെച്ച് ഉണ്ടാക്കുന്നതുകൊണ്ട് തന്നെ വളരെ ഹെൽത്തിയാണ്. അതിനായിട്ട് നമ്മൾ ചെയ്യുന്നത് 2 കപ്പ് വെള്ളം ആദ്യം ബോയിൽ ചെയ്യാം. 2 കപ്പാണ് നമുക്ക് മൊത്തം വേണ്ടത്. അപ്പം ഒരു 1.5 കപ്പ് വെള്ളം ഇവിടെ എടുക്കാം. ബാക്കി 1/2 കപ്പിലേക്ക് നമുക്ക് റാഗി മിക്സ് ചെയ്യാനായിട്ടുണ്ട്. 1/2 കപ്പ് വെള്ളം ഇവിടെ മാറ്റി വെക്കാം. ഈ വെള്ളത്തിലേക്ക് നമുക്ക് ഒരു 1/2 ടീസ്പൂൺ ഉപ്പ്, അതേപോലെ 1/2 ടീസ്പൂൺ നെയ്യും കൂടെ ചേർക്കാം. ഇവിടെ നമ്മൾ 1/2 കപ്പ് വെള്ളം എടുത്ത് വെച്ചേക്കുന്നത്. അതിലേക്ക് 2 ടേബിൾ സ്പൂൺ റാഗി പൗഡർ ചേർക്കാം. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഒരു പേസ്റ്റ് ആക്കി എടുക്കുക. അപ്പോൾ നമ്മൾ ഇങ്ങനെ ചെയ്യുന്നത് മെയിൻലി നമ്മൾ ഇതിനകത്തേക്ക് ബാക്കി റാഗിപ്പൊടി ഇടുമ്പോൾ കട്ട കെട്ടാതിരിക്കാനായിട്ട് കൂടിയിട്ടാണ്. നമ്മൾ ഈ കലക്കി വെച്ചേക്കുന്ന റാഗിയുടെ സ്ലറി ഇതിനകത്തേക്ക് ഒഴിക്കാം. ഒരു സ്പൂൺ വെച്ച് ഇളക്കി കൊടുക്കുക. എപ്പോഴും ഇത് ചെയ്യുമ്പോൾ ഒന്നെങ്കിൽ ചട്ടി ഉപയോഗിക്കാം. വലിയ ചട്ടിക്കകത്താണ് സാധാരണ ട്രഡീഷണലി ഉണ്ടാക്കുക. ചട്ടിക്കകത്തോ കലത്തിലോ ഒക്കെ വലിയ ക്വാണ്ടിറ്റിയൊക്കെയാണ് കലത്തിലൊക്കെ ഉണ്ടാക്കുക. അല്ലെങ്കിൽ നമ്മുടെ വീടുകളുണ്ടാക്കുമ്പോൾ ഒന്നെങ്കിൽ ഒരു ഹെവി ബോട്ടം കുക്ക് വെയർ എന്ത് വേണം ഉപയോഗിക്കുക. പ്രഷർ കുക്കർ ആകുമ്പോൾ നമുക്ക് പിടിച്ചിട്ട് ഇളക്കാനായിട്ടൊക്കെ എളുപ്പമാവും. അതുകൊണ്ട് ഞാൻ കുക്കർ യൂസ് ചെയ്യും. അടുത്തായിട്ട് നമുക്ക് കുറച്ച് പൊടി എടുത്ത് വെക്കാം. 1 കപ്പ് റാഗി പൗഡർ എടുത്ത് വെക്കാം. അപ്പോൾ ഇവിടെ നന്നായിട്ട് ബോയിൽ ചെയ്യാൻ തുടങ്ങി. ഈ ഒരു സ്റ്റേജ് ആകുമ്പോൾ നമ്മൾ പൊടി ഇടണം. പൊടി ഇട്ടിട്ട് ഒത്തിരി വിഗ്രസ് ആയിട്ട് ഉടനെ ഇളക്കരുത്. ഇതുപോലെ നന്നായിട്ട് പൊങ്ങി വരുമ്പോൾ ചെറുതായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇത് ഇളക്കി കൊടുക്കാം. ഏറ്റവും ലോ ഫ്ലെയിമിൽ വെക്കുക. ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്യുക. ഒരു 3-4 മിനിറ്റ് അടച്ചു വെച്ച് ഈ റാഗി നന്നായിട്ട് കുക്ക്ഡാണ്. ഇത് നന്നായിട്ട് മിക്സ് ചെയ്യാം. മിക്സ് ചെയ്യുമ്പോൾ കട്ടകൾ ഒന്നും ഇല്ലാണ്ട് സ്മൂത്താക്കി എടുക്കുക. അപ്പോൾ നോക്കുമ്പോൾ നമുക്ക് കാണാം ഇടയ്ക്കിടയ്ക്ക് കുറച്ച് മാവായിട്ട് കാണുന്നുണ്ട്. അപ്പോൾ നന്നായിട്ടത് മിക്സ് ചെയ്ത് കമ്പൈൻ ചെയ്യുക. ഓഫ് ചെയ്ത ശേഷം വലിയ ചൂട് പോകുന്നവരെ നമുക്ക് അടച്ചു വെക്കാം. അപ്പം നല്ല തിക്കായി. ഇനി നമുക്കത് ഷേപ്പ് ചെയ്തെടുക്കണം. ഇതിൻ്റെ പരുവമായോ നമ്മൾ നോക്കുന്നത്. ഇതിങ്ങനെ തൊട്ട് നോക്കുമ്പോൾ നമ്മുടെ കയ്യിൽ ഒട്ടരുത്. അതാണ് നമ്മൾ നോക്കുന്നത്. അങ്ങനെ നോക്കുമ്പോൾ കയ്യിൽ ഒട്ടാതിരുന്ന് കഴിഞ്ഞാൽ അതിൻ്റെ പരുവായെന്നുള്ളതാണ്. ഇതെല്ലാം ഈ ഒരു സ്റ്റേജായി. ഭയങ്കര ചൂടങ്ങോട്ട് മാറിക്കഴിയുമ്പോൾ നമുക്കത് ഷേപ്പ് ചെയ്തെടുക്കാം. അപ്പോൾ ഇച്ചിരി വെള്ളം റെഡിയാക്കി വെക്കുക കയ്യിൽ ടച്ച് ചെയ്യാനായിട്ട്. കയ്യിൽ ഒന്നെങ്കിൽ നെയ്യ് തൂക്കാം, അല്ലെങ്കിൽ വെള്ളത്തിൽ ഡിപ്പ് ചെയ്തിട്ട് ഉരുളകൾ കുറച്ചായിട്ട് എടുക്കുക. ചെറിയൊരു ബോളാക്കിയിട്ട് ഷേപ്പ് ചെയ്തെടുക്കാം. എപ്പോഴും ഉണ്ടാക്കുമ്പോൾ ചെറിയ ചൂടോടെ വേണം ഈ ഒരു സ്റ്റെപ്പ് ചെയ്യാൻ. മാനേജ് ചെയ്യാവുന്ന ചൂടേ ഉള്ളൂ. കയ്യിലൊട്ടുന്ന കാണുമ്പോൾ എപ്പോഴും ഇച്ചിരി നെയ്യ് കയ്യിൽ തൂക്കുക. ഞാൻ റാഗി മുദ്ദ ഉണ്ടാക്കുന്നത്. ഈ അളവിൽ നമുക്കൊരു 4 എണ്ണ കിട്ടുക. ഈ സൈസിൽ നല്ല സോഫ്റ്റ് റാഗി മുദ്ദയാണ്. നടുക്ക് വേണമെങ്കിൽ ചെറിയൊരു ഡിപ്പ് ഉണ്ടാക്കിയിട്ട് നമുക്ക് ഇച്ചിരി നെയ്യ് ഇടാം. വളരെ സോഫ്റ്റ്. റാഗി മുദ്ദ നമുക്ക് ഇതുപോലെ പെർഫെക്റ്റ് ആയിട്ട് കിട്ടി. അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ നെയ്യ് ഒഴിച്ച് നമ്മുടെ കറിയുടെ ഒപ്പം സെർവ് ചെയ്യാം. അപ്പോൾ ഇതിൻ്റെ കോമ്പിനേഷൻ എന്ന് പറഞ്ഞാൽ മട്ടൻ കറി, ചിക്കൻ കറി, ഫിഷ് കറിയൊക്കെ സെർവ് ചെയ്യാം. അത് കൂടാതെ ഇത് മെയിനായിട്ട് കോമ്പിനേഷൻ ബസാറു എന്നൊക്കെ കർണാടകയിലൊക്കെ ബസാറു അല്ലെങ്കിൽ സാമ്പാറിൻ്റെ കൂടെയൊക്കെയാണ് ഇത് സെർവ് ചെയ്യാറ്. ഇതിൻ്റെ ടെക്സ്ചർ കാണിച്ചു തരാം. ഇതിങ്ങനെ സ്മൂത്തായിട്ട് കട്ട് ചെയ്തെടുക്കാം. നമുക്ക് കറിയുടെ കൂടെ ഇങ്ങനെ മെൽറ്റ് ചെയ്ത് കഴിക്കാവുന്നതാണ്. വളരെ ന്യൂട്രീഷ്യസ് ആണ്. അപ്പം നല്ല ഈ ഒരു ഹെൽത്തി റെസിപ്പി നിങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് ഓപ്ഷനായിട്ടൊക്കെ നന്നായിരിക്കും. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കുക. താങ്ക് യു ഫോർ വാച്ചിങ് മഹിമാസ് കുക്കിംഗ് ക്ലാസ്.